ഇന്നൊരു പത്രത്തിൽ ഈ വാർത്തയും കണ്ടിരുന്നു. അതിനുശേഷം ചില പത്രപ്രവർത്തക സുഹൃത്തുക്കൾ തന്നെ ആ ശബ്ദരേഖ അയച്ചു തന്നിരുന്നു, അതും കേട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ കാണാതെ തീരുമാനിച്ചത്. അപ്പോൾ അത് വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. സർക്കാർ മദ്യനയത്തിൻ്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. മദ്യനയത്തിൻ്റെ ചർച്ചകൾ, പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാർക്കെതിരായിട്ട് എടുക്കും. ഒരു തരത്തിലും അത് വെച്ചു പൊറുപ്പിക്കില്ല. മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുക. അതിൻ്റെ ചർച്ചകൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ആ ചർച്ചയൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ഒരു മാസമായി മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ. ആ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും പണപ്പിരിവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടി അക്കാര്യത്തിലാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇത് ഈ ശബ്ദരേഖാ കലാപരിപാടി കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള സ്ഥിരം പരിപാടിയാണല്ലോ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കട്ടെ. സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു തെറ്റായ പ്രവണതയും പ്രോത്സാഹിപ്പിക്കുന്ന പ്രശ്നമില്ല. ആരായിരുന്നാലും അതിനെ കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റ് അല്ല, അതാ പറഞ്ഞത്, ശക്തമായിട്ടുള്ള നടപടി അക്കാര്യത്തിലെടുക്കും. ബാക്കി എന്ത് നടപടി എന്നുള്ളത് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കും. ഇങ്ങനെ നമ്മൾ മദ്യനയത്തെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ലല്ലോ. ഒരു ചർച്ചയും അതിനെ സംബന്ധിച്ച് നടത്തിയിട്ടില്ല. സാധാരണ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നടത്താറുള്ളതാണ്. തെരഞ്ഞെടുപ്പായതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്കൊന്നും ഇപ്പോൾ കടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മദ്യനയം വരാൻ പോകുന്ന മദ്യനയത്തിൽ ഇങ്ങനെയൊക്കെ വരാൻ പോകുന്നു എന്ന് മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ആസൂത്രിതമായിട്ട് എന്ന് ഇപ്പോൾ തോന്നുന്ന തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്തകളുടെയൊക്കെ ഉറവിടം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ഇവിടെ സർക്കാർ തലത്തിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചയും എക്സൈസ് വകുപ്പിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. അതുപോലെ തന്നെ IT പാർക്കുകളിൽ പബ് ആരംഭിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ IT പാർക്കിൻ്റെത് കഴിഞ്ഞ മദ്യനയത്തിൽ തെറ്റായത് നിങ്ങൾ കാര്യം മനസ്സിലാക്കിയതാ തെറ്റ്. IT പാർക്കിൻ്റെത് കഴിഞ്ഞ മദ്യനയത്തിലുള്ളതാണ്. അത് നിയമസഭാ കമ്മിറ്റിയുടെ അപ്രൂവൽ അതിന് വന്നിട്ടുണ്ട്. അല്ല, അതാ പറഞ്ഞത്, ഇപ്പം നിലവിൽ അതില്ലല്ലോ. നിലവിലില്ല. അങ്ങനെ വരാൻ പോകുന്നു എന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചിലർ പണം ചോദിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഈ ചിലർ ഇപ്പോൾ പണപ്പിരിവിന് ഇറങ്ങി പുറപ്പെടുന്നത് ഗൗരവമായി സർക്കാർ കാണുന്നു. അതിനെ ശക്തമായി നേരിടും. ഗൗരവമായി കാണുന്നു എന്ന് പറഞ്ഞാൽ തുടർ നടപടി സ്വീകരിക്കാൻ ഉള്ള അധികാരം സർക്കാരിന് വിട്ടു നൽകുക.